എല്ലാവർക്കും നമസ്കാരം. എൻ്റെ തന്ത വൈബ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഹായ്, നമസ്കാരം. തന്ത വൈബിലേക്ക് സ്വാഗതം. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ്, വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ചാനൽ തുടങ്ങണം. എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ആഗ്രഹിക്കും, പക്ഷെ മടിയാണ്. എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. ഇങ്ങനെ ക്യാമറയ്ക്ക് മുമ്പിൽ ഫേസ് ചെയ്യാനുള്ള മടി, അതാണ് മെയിൻ കാരണം. ഇങ്ങനെ സംസാരിക്കാൻ അറിയില്ല, അതിന്റെ മടി. എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നോക്കിയിട്ടാണ് എത്തിപ്പോ. പ്രായത്തായി, ഇനിയിപ്പം ഞാൻ പിന്നെ എഴുതി എന്നിട്ട് ഒന്നും നടക്കില്ല എന്ന് തോന്നി. അങ്ങനെ ചെയ്യുന്നതാണ്. ഞാൻ ഈ ചാനലിൽ കുറച്ച് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതേ ഒരു കാര്യം ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഫോളോവേഴ്സ് കൂടുന്നതനുസരിച്ച് ഇപ്പൊ ഞാൻ ഏത് സ്ഥാപനത്തിലായാലും മെഡിസിന് ഡിസ്കൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് കൊടുക്കാമെന്ന് കരുതുന്നുണ്ട്. നടക്കുമെന്നറിയില്ല. അതിന് ഫോളോവേഴ്സ് വരട്ടെ, നിങ്ങൾ ഫോളോ ചെയ്യും. പിന്നെന്താണ്, എൻ്റെ പേര് അരുൺ എന്നാണ്. ബാക്കി കാര്യങ്ങൾ എങ്ങനെ തുടർന്നുള്ള വീഡിയോസിൽ പറയാമെന്ന് കരുതുന്നു. 1.5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. വേറെ ഇപ്പൊ എന്താ പറയാനുള്ളത്? ഞാനൊരു ഇന്ന് ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഒരു മണ്ടത്തരം കാണിച്ചത്. ഇനിയിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്നത് ശരിയാണോ എന്ന് അറിയില്ല, പക്ഷെ ഞാൻ ചെയ്തൊരു മണ്ടത്തരം കാണിച്ചത്. ഇത് കണ്ടോ, ഞാന് ഈ ഫിഷ് ടാങ്കിന് ഒരു ഓവർഫ്ലോ സെറ്റ് ചെയ്തായിരുന്നേ. പക്ഷെ ഇത് മണ്ടത്തരാണ്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് വെള്ളം പോകുന്നൊന്നുമില്ല. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ ചെയ്തു വെച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ആവശ്യമില്ല, ഞാൻ ഒഴിവാക്കണേ. അപ്പൊ ഇത് കുറച്ച് ചെറുതാക്കേണ്ടി വരും. ഇത് വേണ്ടാന്ന് തോന്നുന്നു. ഇത്രയും കട്ട് ചെയ്യാം. ഈ ടാങ്കിലാണെങ്കിൽ മുഴുവൻ ഒച്ച നിറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് ഒഴിവാക്കാൻ ഒരു ഐഡിയ ഇല്ല. ഇതുകൂടി ഒന്ന് ചെറുതാക്കാം. ഇതല്ലേ, ഇത്ര വെള്ളമൊക്കെ നിന്നോട്ടെ. ഓരോ മണ്ടത്തരങ്ങള്. ചാനലിലെ ആദ്യ വീഡിയോ തന്നെ ഇങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ലായിരുന്നു കേട്ടോ. സാറില്ല, ഇത് തുടക്കല്ലേ, ഇനി ഇഷ്ടംപോലെ മണ്ടത്തരങ്ങൾ ഉണ്ടാവും. ഇപ്പൊ എവിടെയായിരുന്നു? അങ്ങനല്ലല്ലോ.
ഇനി ഇതില് എയർ ഒഴിവാക്കണം. ഇത് സക്സസ് ആയാല് ഗമ്മ് വെച്ച് ഒട്ടിക്കുകയാണ്. ഈ ഈ നെറ്റ് ഞാൻ കെട്ടിയത് ഉള്ളിലായിരുന്നേ. ഇപ്പൊ ഈ ഭാഗത്തേക്ക് ആയിട്ട് തിരിച്ചിരുന്നല്ല വെച്ചത്, മണ്ടത്തരായിരുന്നല്ല ചെയ്തത്. അപ്പൊ ഇതിനി ഇത് ഇങ്ങനെ വന്നാലും കുഴപ്പമൊന്നുമില്ല അല്ലേ? ഞാൻ നിന്നോട്ടെ. ഇനി മാറ്റണമെങ്കിൽ പിന്നീട് ആ ഭാഗത്തേക്ക് മാറ്റാം. വേറെ രണ്ടെണ്ണല്ല, ഇവിടെ വേറെ 3 കൂടി ഉണ്ട് മാറ്റാൻ. അതുകൂടി മാറ്റണം. എന്നാ പിന്നെ എങ്ങനെ എന്നും ഞാനിങ്ങനെ മഴ പെയ്യുമ്പം ഒഴിവാക്കും, മുക്കി ഒഴിവാക്കും, മുക്കി ഒഴിവാക്കും. ഇതാണ് എൻ്റെ മെയിൻ പരിപാടി. മഴക്കാലമായാലും കുറെ മീനൊക്കെ ചാടിപ്പോവും. ഇനി ഒച്ചുണ്ട്, ഒച്ചിനെ ഒഴിവാക്കാന് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇത് മൊത്തം ക്ലീൻ ആക്കണം. ഇതിൽ മൊത്തം പെറ്റി പെരുകിയുണ്ട് ഒച്ച്. ഒച്ച് ഉള്ളത് കൊണ്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നു, പക്ഷെ ഈ ചെടിയും ഒച്ച് നശിപ്പിക്കുന്നുണ്ട്. ചെടി മൊത്തം നശിപ്പിക്കുന്നുണ്ട്, പിന്നെ മീനിനെയും കൊല്ലുന്നുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ ഞാൻ ചെയ്തു വെച്ചത്. ഇങ്ങനെ ചെയ്തു വെച്ചാല് ഓവർഫ്ലോ ആവുന്ന് ഞാൻ എവിടെയോ ഒന്ന് കണ്ട പോലെ തോന്നി. ഇനി എന്റെ തോന്നലാണോന്ന് അറിയില്ല. ഇങ്ങനെ വെച്ചാലും പോവാൻ സാധ്യത ഉണ്ട് ചിലപ്പോ. ഇവിടെ എന്തോ മണ്ടത്തരല്ലേ. ഇവിടെ ഒരു എയർ ഹോളൊക്കെ ഇട്ടിട്ട് ചെയ്ത് ശരിയാവോ എനിക്കറിയില്ല. മണ്ടത്തരം തന്നെ ചെയ്തു വെക്കുക ഫസ്റ്റ് എന്റെ വീഡിയോയില്. എന്തായാലും ഇത് പോകുന്നു കരുതല്ലേ. ഇനി ഈ ലെവലിലെത്തുമ്പോ വെള്ളം പോവാൻ ഇതിലിപ്പോ എയർ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം, എന്നാ സക്സസ് ആവുന്ന കരുതാ. അതേപോലെ ഞാൻ ഇതുകൂടി ചെയ്യട്ടെ. ഇത് കണ്ടില്ലേ, ഇതിലൊരു ഗപ്പിണ്ടായിരുന്നു, അതിനെ ഒച്ച് കൊന്നു. ഇപ്പൊ ഇതിലില്ല. ഇതില് നിറയെ ഒച്ചകളാണ്. ഉണ്ടോ, ഇതൊക്കെ ഉണ്ട്, കാണുന്നില്ലല്ലേ? ഇതിലും നിറയെ ഒച്ചയുണ്ട്. ഈ ചെടിയൊക്കെ മൊത്തം നശിപ്പിച്ച്. ഇനിയിപ്പോ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അത് മൊത്തം ഒന്നെങ്കിൽ ക്ലീൻ ആക്കി, പക്ഷെ ഗപ്പീനെ പിടിച്ചാൽ കിട്ടില്ല. ചെറിയ മക്കളൊക്കെ ആയിട്ട് നിറയെ ഉണ്ട് ഇതില്. നോക്ക് എന്തെങ്കിലും വഴി ഉണ്ടോന്ന്. എന്തായാലും ഇത് റെഡിയാക്കട്ടെ. അടുത്ത 2 കൂടി സ്റ്റാൻഡിൽ വെക്കട്ടെ. അതാ പവർ പോ. അപ്പൊ ഇതിനിപ്പോ ഇതാവശ്യമില്ല. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ്. ഇതിപ്പോ ഞാൻ മാത്രം കാണുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോ നോക്കിട്ട് കാര്യമില്ല. ഞാനിപ്പോ ഇങ്ങനെ ഒരു വഴി തെരഞ്ഞെടുത്തത് വെച്ചിട്ട് എല്ലാരും കാണട്ടെ എന്റെ മണ്ടത്തരങ്ങളൊക്കെ. എയർ ഒഴിവാക്കണേ വേണമെങ്കിൽ ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യല്ലേ. നോക്കാം, ഇതുകൂടി ചെറുതാക്കണ്ടേ.
ഇത് സക്സസ് ആയിട്ടില്ലെങ്കിൽ ഞാൻ ഈ പിന്നെ ചെയ്യാൻ പോകുന്നത് എന്താ അറിയോ, ഈ ആക്സോ ബ്ലേഡ് തന്നെ ഉപയോഗിച്ച് കട്ടാവുമോ, ഇവിടെ കൊണ്ട് കട്ട് ചെയ്യും. ഇവിടെ കുറച്ചൊരു പൈപ്പിന്റെ ലെവലിൽ കട്ട് ചെയ്തിട്ട് ഒരു പൈപ്പ് ഇവിടെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ സിമെന്റ് ഇട്ട് അങ്ങനെ അടയ്ക്കും. അവിടെയും കട്ട് ചെയ്യും, ഇവിടെയും കട്ട് ചെയ്യും, അവിടെയും കട്ട് ചെയ്യും. നോക്കാം നമുക്ക് ഇതെവിടെ വെക്കാം. പോരെ, ഇപ്പൊ വെള്ളം ഇതിലുള്ള ലെവലിൽ തന്നെ കുറച്ചുകൂടി വേണമെങ്കിൽ ചെറുതാകൊക്കെ ചെയ്യാം. ഇത്ര എന്നാ പിന്നെ ഇതിന് ഇത്ര നീളവും വേണ്ടിയിരുന്നില്ലേ? ഇത്ര നീളം അത് പിന്നെ ചെറുതാക്കാം. ഇനി ഇത് ഇതിങ്ങനെ കട്ട് ചെയ്തപ്പോൾ എനിക്ക് എന്തോ ഓർമ്മ വന്നത് അറിയോ, കുറച്ചൊരു 2 വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ ഓരോ കമ്പി എടുത്ത് കട്ട് ചെയ്തിട്ട് ഞാൻ ഇന്റർലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്റർലോക്ക് ഇവിടെ ഉണ്ട്, ഞാൻ എവിടെ ഇട്ടിട്ടൊന്നുമില്ല. അത് 10 30 35 എണ്ണം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഇന്റർലോക്കിൽ 2 കമ്പി ഇടും. ആ കമ്പി ഇങ്ങനെ ഈ ഇതേപോലുള്ള ആക്സോ ബ്ലേഡ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോന്നും കട്ട് ചെയ്ത് ദിവസം 1 2 ഉണ്ടാക്കി ഇങ്ങനെ ഇടും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ചടച്ചു, അങ്ങനെ നിർത്തി. അത് വെള്ളത്തിൽ പോയി. എന്തൊക്കെ കാണാൻ കിടക്കുന്നു. സെറ്റാട്ടോ, പൊട്ടിച്ച നല്ല ഇനി ഇത് എയർ ഒഴിവാക്കാൻ ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം പമ്പ് ചെയ്താൽ മതി എന്ന് ഞാനൊരു വീഡിയോയിൽ ഇപ്പൊ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലാതെ എന്റെ സ്വന്തം ബുദ്ധി ഒന്നല്ല ഇപ്പൊ ഇങ്ങനെയല്ല വെക്കേണ്ടതെന്ന് മനസ്സിലാക്കിയത്. ഞാനിപ്പോ യൂട്യൂബ് തപ്പി അപ്പൊ ഒരു ഫിഷിംഗ് കപ്പിൽ എന്ന് പറഞ്ഞൊരു ചാനലിൽ ഞാൻ കണ്ടതാ, ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പൈപ്പിന് കുറച്ചുകൂടി നീളം കൂട്ടണം. കുറച്ച് ചെറുതാക്കുകയും ചെയ്യാം. ഇത് ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടി നീളം കൂട്ടാം.
ഞാനൊരു ലെങ്ത് പൈപ്പ് അങ്ങോട്ട് വാങ്ങിയതായിരുന്നു. ബാക്കി ഇവിടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഏകദേശം എത്ര നീളം വേണ്ടി വരും? ഇതെടുത്തളന്നാ പോരെ. ഞാനിതൊരു മണ്ടനാണ്. പണ്ട് കമ്പി വെച്ച് മുറിച്ചത് ഓർക്കുമ്പോ അതൊക്കെ പൂ പോലെ. എന്തായാലും ഇത് ചീക്കത്തൂടെ കൂടി ചെറുതാക്കട്ടെ. ഇത്രയൊന്നും വേണ്ട. ഇതൊക്കെ സെറ്റാണ്. വെള്ളം ഇത് കൂടെ പോയാൽ സക്സസ്. രണ്ടാം പണിയാക്കി വെക്കണ്ട, ഇപ്പോഴേ അങ്ങ് ചെയ്തേക്കാം. ചെറുതാക്കിയാൽ ഇത് പിന്നെ ചെയ്യാൻ വെക്കണ്ട. ഇതൊക്കെ പോയി മീൻ്റെ ഇതിലേക്കാണ് പോണത്. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട്. അപ്പോൾ ശരി എന്നാ. ഇനി ഞാൻ മഴ പെയ്യുമ്പോൾ ഇത് നിറഞ്ഞിട്ട് ഓവർഫ്ലോ ആവുകയാണെങ്കിൽ കാണിച്ചു തരാം. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളും പിന്നെ തന്തവയും പരിപാടികളൊക്കെയാണ് ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ചെയ്യൂലേ? ഇത് ക്യാമറയിലേക്കാണോ? ക്യാമറ വെറുതെയാണല്ലോ, ഈ സൈഡിലെ ക്യാമറ. ഞാൻ വീഡിയോയിലേക്ക് നോക്കിപ്പോ, അതാണ് ഞാൻ കണ്ണങ്ങോട്ടായി പോകുന്നത്. ഇതൊക്കെ ഫസ്റ്റ് ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അതൊക്കെ ഞാൻ റെഡിയാക്കും. എന്നാ ശരി, ചെറിയൊരു വീഡിയോ ആയിട്ടുണ്ട്. അപ്പോ ഇന്നിപ്പോ ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് ഡ്യൂട്ടിക്ക് പോവുക. അതുവരെ ഫ്രീ ആയിട്ടുള്ള സമയമാണല്ലോ. മിക്കവാറും ഞാൻ കിടന്നുറങ്ങുകയാണ് ചെയ്യുക. പക്ഷെ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാന്ന് കരുതി. അപ്പൊ നാളെ ഉച്ച വരെയുള്ള ടൈമിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ശരി, ബൈ.